ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇത് നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. ഇത് നമ്മളെ നാട്ടിലുള്ള ഇതിന് കോയട എന്നാണ് പറയുക, ഇപ്പോൾ കണ്ണൂരിൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ മൈദയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ഉപ്പ് എല്ലാ സ്ഥലത്തേക്കും എത്തുള്ളൂ. ഇനി നമുക്കിതിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഈ സ്പൂണോട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നൈഫ് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിറയെ ഈ പൊടി നന്നായിട്ട് അങ്ങ് കുഴഞ്ഞ പോലെയാവും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് ഈ ഇതിൽ ഒന്ന് നന്നായിട്ട് വെള്ളമെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. എന്നിട്ട് ഇതിനെ നന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി, അല്ലാണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ മൂടി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂൺ നെയ്യാണ് വെച്ചിട്ടുള്ളത്. 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അത് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചേർക്കാം, തേങ്ങ ചിരവിയത്. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം ചേർക്കാം. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് വരിക. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്ത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഏലക്കായ പൊടിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഏലക്കായുടെ കൂടെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത് ഉണ്ടെങ്കിൽ അന്നേരത്തും നമുക്ക് ഏലക്കായ കൂട്ടി പൊടിക്കുന്ന സമയത്ത് വേഗം തന്നെ പൊടിച്ച് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്ത ഏലക്കായാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. തേങ്ങയിൽ പഞ്ചസാരയും എല്ലാം നല്ല മിക്സായി അത് നെയ്യിൽ കുറച്ച് മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ചേർക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, എനിക്കതൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തേങ്ങയും പഞ്ചസാരയും നെയ്യും ഏലക്കായും മാത്രം ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് തണുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് തണുക്കാനായിട്ട് വെക്കാം. ഇതേ പാനിൽ തന്നെ വെക്കുമ്പം ചിലപ്പോൾ വേഗം ഒന്നും തണുത്തിട്ട് കിട്ടില്ല. അതേസമയം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് വേഗം തന്നെ നമുക്കത് തണുത്തിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ മാവ് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് നേരം ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റാണ് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഒരു 20 മിനിറ്റോളം ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഉരുളയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് കുറച്ച് മൈദപ്പൊടിയെല്ലാം ഇട്ടിട്ട് മൈദപ്പൊടിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് നേർമനയായിട്ട് പരത്തിയെടുക്കാം. നല്ല നേർങ്ങനെ പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടിയിൽ പരത്തിയെടുത്തു കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കോയട ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേർമനെ തന്നെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്കോലിൽ ഇത് പിടിച്ചു പോകുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ഇതിൻ്റെ മേലെ വിതറിയിട്ട് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. എന്നിട്ട് അവസാനം നമുക്കിത്
അതിൻ്റെ അകത്തുനിന്ന് തട്ടിക്കളഞ്ഞാൽ മതി പൊടി. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഇപ്പോൾ കോഴിയട ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ മുറിച്ചെടുക്കാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ചേർക്കാം. ഫില്ലിങ് എടുത്തിട്ട് വെക്കാം. കൂടുതൽ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ട് അധികം ആക്കേണ്ട ആവശ്യമില്ല. ഒരു 2 സ്പൂണ് ഇതിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ എഡ്ജെല്ലാം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ കുറച്ച് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാക്കുന്ന അച്ചുണ്ടെങ്കിൽ കോഴിയട ഉണ്ടാക്കുന്ന അച്ച് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു അച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് കയ്യിൽ വെച്ചിട്ട് അങ്ങനെയും ഇത് മടക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കയ്യിൽ വെച്ചാൽ ചിലപ്പം കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പം എന്തായാലും നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ഇടാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് മെല്ലനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി നല്ല ക്രിസ്പായിട്ട് കിട്ടും. ആ രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ 2 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ അധികമുള്ള എണ്ണയെല്ലാം അതിൽ പിടിച്ചോളൂ. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അതിലിടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.